ഈ കഴിഞ്ഞ ദിവസമാണ് പേട്രിയോട്ട് എന്ന ചിത്രം OTT റിലീസായത്. അതിനുശേഷം ചിത്രത്തിന്റെ അഭിപ്രായങ്ങൾ പല പ്രേക്ഷകരിൽ നിന്നും ഉണ്ടാകുകയും ചെയ്തു. ഉണ്ടായപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമെന്ന് പലരും പ്രതീക്ഷിച്ചെങ്കിൽ അങ്ങനെയല്ല സംഭവിച്ചത്. വീണ്ടും ചിത്രത്തെ കീറിമുറിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഈ ചിത്രത്തിന് മേൽ എത്തിയത് എന്നിരിക്കുമ്പോൾ കൗതുകം ജനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഈ ചിത്രത്തിന്റെ അഭിപ്രായങ്ങളിൽ സംഭവിച്ചിരിക്കുകയാണ്. മമ്മൂട്ടിയും മോഹൻലാൽ എന്നീ രണ്ട് മഹാരഥന്മാരെ ഒരു സിനിമയിൽ കിട്ടിയിട്ടും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്തതിനെ കുറിച്ച് തന്നെയാണ് പല പ്രേക്ഷകരും സൂചിപ്പിക്കുന്നത്. പിന്നീട് സംഭവിച്ചത് വലിയ ട്രോൾ ആക്രമണമായിരുന്നു. ട്രോളിനുള്ള സാധനങ്ങളൊക്കെ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് കാണാൻ കഴിഞ്ഞത്. കുറെ ക്രിഞ്ച് സംഭവങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു എന്നത് OTT റിലീസിന് ശേഷമാണ് പലരും അഭിപ്രായപ്പെട്ടത്. എന്നാൽ ചിത്രത്തിന്റെ ആദ്യ തിയേറ്ററിക്കൽ റിലീസിന് ശേഷം വന്ന അഭിപ്രായങ്ങളെക്കാൾ വലിയ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ ചിത്രത്തെ രക്ഷിക്കാം എന്നൊരു അഭിപ്രായം അവർ പറയുകയുണ്ടായി. ആ പടത്തെ രക്ഷിക്കാൻ പാകമായ ഒരു ക്യാരക്ടറായിരുന്നു മോഹൻലാൽ അവതരിപ്പിച്ച കേണൽ റഹീം നായിക് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ പറച്ചിൽ. പല പ്രേക്ഷകരും ഈ ഒരു കാര്യം തന്നെ എടുത്തു പറയുന്നു. OTT കണ്ട ഒരു 90% ആൾക്കാരും മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ പടം രക്ഷപ്പെട്ടേനെ, തിയേറ്ററിൽ ഒരു സക്സസ് ആയി മാറിയേനെ എന്ന് പറയുകയാണ്. എന്താണിപ്പോൾ അങ്ങനെ പറയാൻ കാരണം? ഏറെ പ്രതീക്ഷകൾക്കും ഹൈപ്പിനും ഒടുവിൽ കഴിഞ്ഞ മാസം ആദ്യം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത പേട്രിയോട്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലെ കാരണവർമാരായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയോടെ തിയേറ്ററിലെത്തിയ ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ നിന്നും പരാജയം രുചിക്കേണ്ടി വന്നു. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ചിലവേറിയ ചിത്രമെന്ന പ്രത്യേകതയിൽ ഒരുങ്ങിയ പേട്രിയോട്ട് 80 കോടിയോളം നേടിയിരുന്നു. എന്നാൽ ബജറ്റ് ഇതിനും മുകളിലായിരുന്നു. സമകാലിക പ്രസക്തിയുള്ള വിഷയമായിരുന്നു ചിത്രം കൈകാര്യം ചെയ്തിരുന്നത് എങ്കിലും സംവിധായകന്റെ കഥ പറച്ചിൽ രീതി പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോവുകയായിരുന്നു. ചിത്രത്തിൽ ഡാനിയൽ ജെയിംസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടിയും കേണൽ റഹീം നായിക് എന്ന കഥാപാത്രമായി മോഹൻലാലും വേഷമിട്ടപ്പോൾ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോവൻ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം C5 ചിത്രം OTT റിലീസായപ്പോൾ വലിയ ചർച്ചകളാണ് സിനിമാ പേജുകളിൽ അരങ്ങേറുന്നത്. ചിത്രത്തിലെ പല രംഗങ്ങൾക്കും കഥാപാത്രങ്ങൾക്കും ഇതിനോടകം ട്രോളുകളും ലഭിക്കുന്നുണ്ട്. ചിത്രത്തിൽ രണ്ടാം പകുതിയിലാണ് മോഹൻലാൽ അവതരിപ്പിച്ച കേണൽ റഹീം നായിക് എന്ന കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത്. 2-3 ആക്ഷൻ രംഗങ്ങൾക്കൊടുവിൽ കഥാപാത്രം ഗുണ്ടകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് കാണാം. കഥാപാത്രത്തിന്റെ മരണത്തോടെ ചിത്രത്തിന്റെ ഗ്രാഫ് വലിയ രീതിയിൽ താഴേക്ക് പോകുന്നുണ്ട്. ഇത് ചിത്രത്തിന്റെ ആസ്വാദനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ടെന്നാണ് ചിത്രം കണ്ട പലരും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ പേട്രിയോട്ടിൽ മോഹൻലാൽ കഥാപാത്രത്തെ നേരത്തെ ഭിത്തിയിൽ കയറ്റാതെ കൂടുതൽ നേരം നിലനിർത്തിയിരുന്നെങ്കിൽ ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ ഗതി തന്നെ മാറിയേനെ എന്ന് അഭിപ്രായപ്പെടുകയാണ് പലരും. ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്ന നിമിഷമാണ് ഏറ്റവും കൂടുതൽ ആവേശം നൽകുന്ന സീനെന്നും ഇതിനുശേഷം താരത്തിന്റെ ആക്ഷൻ സീനുകളിലെല്ലാം വലിയ പ്രതികരണമായിരുന്നു ലഭിച്ചതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്നാൽ കഥാപാത്രം കൊല്ലപ്പെടുന്നത് മുതൽ ചിത്രവും ഡൗൺ ആകുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ കഥാപാത്രത്തെ കൊലപ്പെടുത്തിയതെന്ന ചോദ്യവും സംവിധായകനോട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഈ മരണം ചിത്രത്തിലെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റോ മറ്റേതെങ്കിലും വിധത്തിൽ ജസ്റ്റിഫൈ ചെയ്യലോ ആകുന്നില്ലെന്നും ഇതിനു പകരം മമ്മൂട്ടിക്കൊപ്പം ചിത്രത്തിന്റെ ക്ലൈമാക്സിലേക്ക് ലീഡ് നൽകിയിരുന്നെങ്കിൽ കൂടുതൽ മികച്ചതായി ചിത്രം മാറിയേനെ എന്നുമായിരുന്നു പലരും അഭിപ്രായപ്പെടുന്നത്. ഈ ഒരു കാര്യം പ്രേക്ഷകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തിനായിരുന്നു ആ കഥാപാത്രത്തെ ഈ ചിത്രത്തിൽ കൊന്നുകളഞ്ഞത് എന്നത് ഇപ്പോഴും പ്രേക്ഷകർ വലിയ രീതിയിൽ തന്നെ ചോദിക്കുകയാണ്. കാരണം ആ കൊല്ലലിൽ ഒരു അർത്ഥവുമില്ലായിരുന്നു ആ ചിത്രത്തിൽ എന്നത് അവർ എടുത്തു തന്നെ പറയുന്നുണ്ട്. വിമർശനങ്ങളും ട്രോളുകളുമായി OTT റിലീസിന് ശേഷം പേട്രിയോട്ടിന് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ ഈ ചിത്രത്തെ ഇഷ്ടപ്പെടാനും ചില കാരണങ്ങൾ ഉണ്ടെന്ന് പറയുകയാണ്. കാരണം ഈ ചിത്രത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി, നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ താരങ്ങൾ വന്നതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടപ്പെട്ട 2 സീനുകളെ കുറിച്ച് അവർ തന്നെ എടുത്തു പറയുന്നുണ്ട്. എത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ടും ആ സീനുകൾ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ഈ ചിത്രത്തിൽ മൊത്തവും ഗംഭീര സംഭവമായേനെ എന്നവർ എടുത്തു പറയുകയാണ്. സ്ലോ മോഡിൽ കഥ പറയുന്ന ചിത്രത്തിൽ അങ്ങിങ്ങായി ചില ഹൈ മൊമെന്റുകൾ സൃഷ്ടിക്കാൻ മഹേഷ് നാരായണന് സാധിച്ചിട്ടുണ്ട്. ഇന്റർവെല്ലിന് തൊട്ടുമുമ്പുള്ള ഫൈറ്റാണ് അതിൽ പ്രധാനപ്പെട്ടത്. വില്ലന്മാർ തട്ടിക്കൊണ്ടുപോയ ഡാനി ഫ്ലൈറ്റിൽ വെച്ച് നടത്തുന്ന ഫൈറ്റ് എല്ലാവരെയും കോരിത്തെരിപ്പിച്ചു. തന്നെ അപായപ്പെടുത്തുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ഡാനിയിൽ അതിന് മുൻകരുതൽ എന്നോണം മറുമരുന്ന് കുത്തിവെച്ചിരുന്നു എന്ന് അറിയുന്നതോടെ തിയേറ്റർ ഉണർന്നു. പിന്നീട് വന്ന ഫൈറ്റ് സീക്വൻസ് പേട്രിയോട്ടിന്റെ ഗ്രാഫ് ഉയർത്തി. ഈ പ്രായത്തിലും ആക്ഷൻ സീനിൽ മമ്മൂട്ടി കാണിച്ച എനർജി പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. സുശീൽ ശ്യാമിന്റെ BGMൽ ഈ ഒരു സീൻ ഒരുക്കിയത് ഗംഭീര അനുഭവമായിരുന്നു. ഈ സീനിന് ശേഷം വീണ്ടും കഥ ഫ്ലാറ്റായി പോവുകയായിരുന്നു. ഇതിനുശേഷം ഡാനിയെ രക്ഷപ്പെടുത്താനായി റഹീം നായിക് നടത്തുന്ന ഗൺഫയർ സീനും മികച്ചതായിരുന്നു. പിന്നീട് കുറച്ചെങ്കിലും കോരിത്തെരിപ്പിച്ചത് മോഹൻലാലിന്റെ ഹോസ്പിറ്റൽ ഫൈറ്റാണ്. ആശുപത്രിയിൽ കഴിയുന്ന ആതിരയെ രക്ഷിക്കാനായി റഹീം നായിക് എത്തുകയും അവിടെ വെച്ച് വില്ലന്മാരെ നേരിടുകയും ചെയ്തത് ഗംഭീര സീനായിരുന്നു. ഒരു ഫൈറ്റിന് വേണ്ടി ഒരുക്കിയ സെറ്റിംഗ് കൃത്യമായി വർക്കായിട്ടുണ്ട്. എന്നാൽ ആ ഫൈറ്റ് അവസാനിച്ച രീതി പലർക്കും ദഹിക്കാതെ പോയി. ഗംഭീരമാക്കാവുന്ന പല സീനുകളും സംവിധായകൻ കാരണം ഉദ്ദേശിച്ച ഇമ്പാക്ട് ലഭിച്ചില്ലെന്ന് പലരും അഭിപ്രായപ്പെടുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രത്തിൽ ഇരുവരുടെയും മാസ് സീനുകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ കഥയ്ക്ക് പ്രാധാന്യം നൽകിയത് ധീരമായ ശ്രമമാണ്. എന്നാൽ അതിന് നെഗറ്റീവ് റിസൾട്ടാണ് ലഭിക്കുന്നത്. തിയേറ്ററിൽ എങ്ങനെയാണോ ഈ സീനുകൾക്ക് അഭിപ്രായം ലഭിച്ചത് അതേപോലെ തന്നെയാണ് OTT റിലീസിന് ശേഷവും അഭിപ്രായങ്ങൾ വന്നത്. എന്നാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച ഓരോ
പ്രേക്ഷകരും ഈ ചിത്രത്തിൽ മുഴുവൻ അപാകതകളെയും ചൂണ്ടിക്കാണിച്ച് ട്രോളും വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സിനിമയെ രക്ഷപ്പെടുത്താൻ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട സീനുകൾ കുറച്ചുകൂടി റീവർക്ക് ചെയ്ത് ഗംഭീരമാക്കിയിരുന്നെങ്കിലും ഈ സിനിമയ്ക്ക് ചിലപ്പോൾ പോസിറ്റീവായി മാറിയേനെ എന്ന കാര്യങ്ങൾ കൂടി സാധാരണ പ്രേക്ഷകർ OTT റിലീസിന് ശേഷം പറയുകയാണ്.